السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحابته أجمعين أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയുടെ 101-ാമത്തെ ആയത്തിന്റെ വാക്കാർത്ഥവും അതുപോലെ തന്നെ ആ ആയത്തിന്റെ അർത്ഥവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. തൗറാത്തിന്റെ പല വചനങ്ങളും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് തൗറാത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചുകൊണ്ട് യഹൂദികൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി. വാസ്തവത്തിൽ സഹോദരങ്ങളെ, പൂർവകാല വേദഗ്രന്ഥങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ വലിയ സ്ഥാനം നൽകപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മൂസാ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ തൗറാത്ത്. ഈ തൗറാത്തിലൂടെ വിശ്വാസപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ കർമ്മപരമായ കാര്യങ്ങളും അതെല്ലാം ബനു ഇസ്രായേലിൽ നിർവഹിക്കേണ്ട ഓരോ അനുഷ്ഠാനങ്ങളും കൃത്യമായി ഒരു നിയമം എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ യഹൂദികൾക്ക്. എന്നാൽ ഈ നിയമങ്ങൾ അക്കാലത്തെ ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച നിയമങ്ങളാണ്. ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമായിരുന്നില്ല ഈ തൗറാത്ത്. മറിച്ച് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഒരു മാർഗദർശനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് അത് പരിശുദ്ധ ഖുർആനാണ്. തൗറാത്തിൽ ഉണ്ടായിരുന്ന ചില നിയമങ്ങളെ പരിശുദ്ധ ഖുർആനിലൂടെ പരിഷ്കരിക്കുകയും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടും ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഒരു പരിപൂർണ നിയമസംഹിത അവതരിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. അപ്പോ അടിസ്ഥാനപരമായി തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തെ നിഷേധിക്കാതെ ആ വേദഗ്രന്ഥത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒന്നുകൂടി ബലപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, വലമ്മാ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും. അവരുടെ കൂടെയുള്ളതിനെ സത്യമാക്കുന്നതായ ഒരു റസൂൽ അവർക്ക് അള്ളാഹുവിങ്കൽ നിന്ന് വന്നപ്പോൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തൗറാത്ത് എന്ന മഹത്തായ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. അതോടൊപ്പം ഈ യഹൂദികൾക്ക് സംഭവിച്ച പിഴവുകൾ എന്തൊക്കെയായിരുന്നു എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഈ യഹൂദികളിൽ സംഭവിച്ച ഓരോ വ്യതിയാനങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ശരിയായ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അവർ ഒളിപ്പിച്ചു വെച്ച പല ഭാഗങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തി. അങ്ങനെ സഹോദരങ്ങളെ, ഈ യഹൂദികൾ അവർ ഒരു പ്രവാചകനെ കാത്തിരിക്കുന്നവരാണ് എന്ന് നിരവധി തവണ ഒരുപാട് തവണയായിക്കൊണ്ട് വളരെ അഭിമാനത്തോടു കൂടി മദീനയിൽ ഈ കൂട്ടർ സംസാരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ആ പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോൾ അസൂയയും അഹങ്കാരവും കാരണം ആ അന്ത്യപ്രവാചകനെ അവർ നിഷേധിക്കുകയാണ് ചെയ്തതെന്ന് ശക്തമായ തെളിവോടുകൂടി പരിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിലായി തുറന്നു കാണിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂറത്തുൽ ബഖറയിലെ 101-ാമത്തെ ആയത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. വാസ്തവത്തിൽ ഈ യഹൂദികൾ അവർ അവരുടെ കൈകളിലുള്ള വേദഗ്രന്ഥം ശരിയായ രൂപത്തിൽ സ്വീകരിച്ചവരായിരുന്നു എങ്കിൽ പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ആ ഖുർആനുമായി കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ കഴിയാത്ത, അവർക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം അവരുടെ ഗ്രന്ഥത്തിൽ ഈ അന്ത്യപ്രവാചകനെ കുറിച്ചുള്ള വ്യക്തമായ പ്രവചനങ്ങളുണ്ട്.
അത് യഹൂദികൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് മാലോകരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ ആളുകളായിരുന്നു വാസ്തവത്തിൽ ഈ യഹൂദികൾ. എന്നാൽ അവർ പ്രതീക്ഷിച്ച, അവർ ക്ഷമയോടുകൂടി കാത്തിരുന്ന ആ പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി യാതൊന്നും അറിയില്ല എന്ന രൂപത്തിൽ തനിച്ച ധിക്കാരമാണ് ആ പ്രവാചകനോട് അവർ പ്രകടിപ്പിച്ചത്. തങ്ങൾക്കൊന്നും അറിയില്ല എന്ന അവരുടെ ഈ ധിക്കാര സ്വഭാവത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത്. നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം. ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു കൂട്ടർ അള്ളാഹുവിന്റെ ഗ്രന്ഥം തങ്ങളുടെ പിൻപുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കഅന്നഹും ലാ യഅലമൂൻ, അവർ അറിയാത്തതുപോലെ എന്ന്. അതായത് തങ്ങൾക്കൊന്നും ആ അന്ത്യപ്രവാചകനെ അറിയില്ല എന്ന ഭാവത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആ വേദഗ്രന്ഥത്തെ അവർ പുറകോട്ട് വലിച്ചെറിയുകയാണ് ചെയ്തത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നത്. ഇവിടെ പരിശുദ്ധ ഖുർആൻ മാത്രമല്ല ഈ യഹൂദികൾ ധിക്കരിക്കുന്നത്, മറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് മാർഗദർശനം നൽകുന്നു എന്ന് അവർ അഭിപ്രായപ്പെട്ട, അതെല്ലാം നൽകുന്ന ഒരു ഏക ഗ്രന്ഥമാണ് എന്ന് യഹൂദികൾ അവകാശപ്പെടാറുള്ള ആ തൗറാത്ത് എന്ന മഹത്തായ വേദഗ്രന്ഥത്തെ കൂടിയാണ്, ആ വേദഗ്രന്ഥത്തിലുള്ള കൽപ്പനകളെയാണ് വാസ്തവത്തിൽ ഈ യഹൂദികൾ പുറകോട്ട് വലിച്ചെറിഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 101 ആയത്തിന്റെ തഫ്സീറായിക്കൊണ്ട് പണ്ഡിതന്മാരെ ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്ന് പഠിക്കാം ഇൻഷാ അള്ളാ. അതിനായി ഷേഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.